3-4-5 പേര് യൂട്യൂബിൻ്റെ ചുവട്ടിൽ കമൻറ്റ് ചെയ്തു. ഞാൻ അടുത്ത കാലത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസർമാർക്ക് ക്ലാസ് എടുക്കാൻ പോയി, മൃഗസംരക്ഷണ വകുപ്പിൽ ക്ലാസ് എടുക്കാൻ പോയി, നമ്മൾ 2-3 സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയി, രാമകൃഷ്ണ ആശ്രമത്തിൽ ക്ലാസ് എടുക്കാൻ പോയി. അങ്ങനെ കുറേ ക്ലാസ്സുകളുണ്ടായിരുന്നു. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ചെറിയ ക്ലാസ് ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എല്ലാവരും എന്നോട് പറയും, സാർ എന്തിനാ ഇത്രയധികം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നേ? സാറിൻ്റെ തൊണ്ടയ്ക്ക് റെസ്റ്റ് വേണം, സാറിന് തൊണ്ട വർക്ക് ചെയ്യുന്നില്ല, കഫക്കെട്ടുണ്ട്, ചുമയുണ്ട്, ഇത് റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. ഞാൻ അവരോടും നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, ഏതാണ്ട് ഈ തൊണ്ടയ്ക്ക് പ്രോബ്ലം തുടങ്ങിയത് കഴിഞ്ഞ ആഴ്ചയാണ്, മാർച്ച് മാസം 12-നാണ്, 11-12-നാണ്. ഓവർ ലോഡ് എടുത്തിട്ട് തന്നെയാണ് സംഭവിച്ചത്. യാത്രയും അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ മാർച്ച് 12, 13, 14, 15, 16, 17, 17 തീയതികളിൽ ഒരു ദിവസവും ഞാൻ എൻ്റെ യൂട്യൂബ് പ്രഭാഷണം അപ്ലോഡ് ചെയ്യുന്നത് നിർത്തിയിട്ടില്ല. എന്താ കാരണം അറിയോ? എൻ്റെ മനസ്സെപ്പോഴും എന്നോട് പറയും, നിന്റെ തൊണ്ട പിന്നീട് നിനക്ക് തിരിച്ചു കിട്ടും. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ ത്രോട്ടിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് നിനക്ക് തിരിച്ചു കിട്ടും. പക്ഷേ മാർച്ച് 12, 13, 14, 15, 16, 17 തീയതികൾ തിരിച്ചു കിട്ടില്ല. അത് പോയാൽ പിന്നെ ആ ദിവസങ്ങളൊന്നും എനിക്ക് തിരിച്ചു കിട്ടില്ല. അത് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് എൻ്റെ ശബ്ദത്തിൻ്റെ ഒരു പതറിച്ച അല്പം ബുദ്ധിമുട്ട് തോന്നും. എന്നാലും അവ്യക്തതയില്ല, മിക്കവാറും വാക്കുകൾ ക്ലിയറാണ്. ചിലപ്പോൾ ഞാനൊന്ന് തൊണ്ട കരകരപ്പ് മാറാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സർസൈസ് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചെയ്യുന്നുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിൽ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ആദ്യത്തെ ഒരു 2, 3, 4, 5 മിനിറ്റായിരുന്നു അബ്നോർമൽ. പിന്നെ 2 മണിക്കൂർ ക്ലാസ്സും ഫുള്ളി നോർമലായിരുന്നു. അയ്യപ്പ ദർശനം എന്ന് പറഞ്ഞ് അമൃത TV റെക്കോർഡ് ചെയ്തപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, എൻ്റെ ത്രോട്ട് ശരിയല്ല. ഞാൻ കമൻറ്റ് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ശബ്ദം അബ്നോർമൽ ആയിരിക്കും. അപ്പോൾ എന്നോട് പ്രതീഷ് പറഞ്ഞു, പ്രതീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, പറഞ്ഞു, എന്ത് വന്നാലും സാറ് വരണം, സാറില്ലാതെ ഈ പ്രോഗ്രാം നടക്കില്ല, ബാക്കി ആരില്ലെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രോബ്ലം ഇതാണ്, തൊണ്ടയിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാനവിടെ പോയി രാവിലെ 9 തൊട്ട് വൈകുന്നേരം 6:30 വരെ ഈ വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞപ്പോൾ ആ പറയാൻ തുടങ്ങുമ്പോൾ ത്രോട്ടിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ടാവും, ഒരു 3-4 സെക്കൻഡ്. അത് കഴിഞ്ഞ് ത്രോട്ട് നോർമലാവും. ഞാൻ ആ അമൃത TV അയ്യപ്പ ദർശനത്തിൽ സംസാരിക്കാൻ പോയില്ലെങ്കിൽ പിന്നീട് എനിക്ക് കിട്ടില്ല, അവസരം കിട്ടില്ല എൻ്റെ സന്ദേശം അവരിലെത്തിക്കാൻ, ലോകത്തിലെത്തിക്കാൻ. അതുപോലെ ഈ സ്ഥലങ്ങളിലൊക്കെ പ്രഭാഷണത്തിന് ഞാൻ പോയില്ലെങ്കിൽ ഒരിക്കൽ ഞാൻ വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ വേറൊരാളെ വയ്ക്കും, എനിക്ക് അവരെ പഠിപ്പിക്കാനുള്ള അവസരം നഷ്ടപ്പെടും. ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരി മാർച്ച് 12, 13, 14, 15 തീയതികളിൽ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തില്ല എങ്കിൽ ആ ദിവസം എനിക്ക് തിരിച്ചു കിട്ടില്ല. ആ വിഷയങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പിന്നീടുള്ള ദിവസങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഉപദേശവും പ്രാർത്ഥനയും ശിരസ സ്വീകരിച്ചുകൊണ്ട് ഒരു ദിവസവും, ഒരു മണിക്കൂറും, ഒരു നിമിഷവും പോലും എനിക്ക് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടില്ല എന്ന ബോധം എനിക്കുണ്ട്. അതെൻ്റെ മനസ്സിൽ അവസാനം വരെ ഉണ്ടാവണം എന്നുള്ളതാണ്. 1 മിനിറ്റ്, 1 മണിക്കൂർ പോലും നഷ്ടപ്പെടുത്താൻ ജഗദീശ്വരൻ എനിക്ക് വഴി വെക്കരുത്. പലപ്പോഴും ഉറങ്ങുമ്പോൾ പോലും ഇപ്പോൾ ഉറങ്ങണ്ട, ആ ജോലി കൂടി തീർക്കാനുണ്ട് എന്ന് ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഇവിടം വരെ എത്തി. നിങ്ങൾ എൻ്റെ ത്രോട്ടിൻ്റെ പ്രോബ്ലത്തെക്കുറിച്ചും ചുമയെക്കുറിച്ചും എൻ്റെ ശബ്ദത്തിൻ്റെ പരുക്കൻ രീതിയെക്കുറിച്ചും ഞാനത് പറയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന നിങ്ങളുടെ തോന്നലിനെക്കുറിച്ചും നിങ്ങൾ എന്നെ അറിയിച്ചതിന് നിരന്തരം നിറഞ്ഞ ഹൃദയത്തോടു കൂടി എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു. പക്ഷേ ശരീരം അനങ്ങുന്നിടത്തോളം ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം. കാണുന്നവർ കാണട്ടെ, കേൾക്കുന്നവർ കേൾക്കട്ടെ, വേണ്ടെന്നുള്ളവർക്ക് അത് സ്വീകരിക്കാൻ, ആ വഴിയും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എൻ്റെ വേദനയിൽ എന്നോടൊപ്പം നിന്നവർക്ക് നന്മ വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. പക്ഷേ അതൊന്നും എന്നെ തളർത്തുന്നില്ല, എൻ്റെ വേദനകളോ ദുഃഖങ്ങളോ ഒന്നും എന്നെ തളർത്തില്ല എന്നുകൂടി അറിയിക്കുന്നു. പ്രണാമം.